CPM വിഷയത്തിൽ ഇടപെടുന്നതാണ്? അല്ല, രാഷ്ട്രീയ മുതലെടുപ്പ് ഞങ്ങളല്ലല്ലോ. മുതലെടുപ്പ് നടത്താൻ വേണ്ടി ശ്രമിക്കുന്നത് കോൺഗ്രസ് CPM ആണ്. പക്ഷേ ആകെ വ്യത്യാസം, അവർ മുതലെടുപ്പ് നടത്തുന്നത് വഖഫ് ബോർഡിൻ്റെ കൂടെ നിന്നുകൊണ്ടാണ്. ഞങ്ങളുടെ ചോദ്യം, ഇവിടെ ഇപ്പോൾ 10 സെൻറ്റ് ഭൂമിയുള്ള ആളുകളാണ് കുടിയിറക്കാൻ വേണ്ടി, അവർക്കാണ് നോട്ടീസ് വന്നിട്ടുള്ളത്. അവരെന്ത് ചെയ്യണം? പി ജയരാജനും CPM ഗവൺമെൻറ്റും ഒക്കെ അത് ഉത്തരം പറയട്ടെ. അവരെന്ത് ചെയ്യണം? 16-ാം തീയതി ഹാജരാകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. 22-ാം തീയതി 28-ാം തീയതി ഒക്കെ ഹാജരാകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അവരെന്താണ് വഖഫ് ബോർഡിൻ്റെ മുമ്പിൽ പോയി പറയേണ്ടത്? 10, 25, 30 വർഷം നികുതി അടച്ച് അവർ വീടുണ്ടാക്കിയിട്ടുള്ള ആളുകളാണ്. അവർ പണം കൊടുത്ത് ഭൂമി വിലക്ക് വാങ്ങി 10-25 കൊല്ലമായി നികുതി അടച്ച് അവരുടെ സമ്പാദ്യം മുഴുവനും ലോണും കാര്യമൊക്കെ എടുത്ത് വീടുണ്ടാക്കിയിട്ടുള്ള ആളുകളാണ്. പി ജയരാജൻ പറഞ്ഞിട്ട് അവരങ്ങോട്ട് പോകണം. അതിനൊരു മറുപടി ഇതുവരെ ഗവൺമെൻറ് പറയുന്നില്ലല്ലോ. ഗവൺമെൻറ് സത്യത്തിൽ അങ്ങനെയാണെങ്കിൽ ഗവൺമെൻറ് ഈ ഇഷ്യൂ ചെയ്ത നോട്ടീസൊക്കെ പിൻവലിക്കട്ടെ, വഖഫ് ബോർഡിനോട് പറയണം. അപ്പോൾ വഖഫ് ബോർഡിൻ്റെ ഈ അവകാശവാദത്തെ പിന്താങ്ങുകയാണ്, ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത്. ഇവരാണ് രാഷ്ട്രീയം കളിക്കുന്നത്. ആർക്ക് വേണ്ടിയാണ് രാഷ്ട്രീയം കളിക്കുന്നത്? ഇവിടെ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൽപ്പെട്ടവരുടെ ഭൂമി മാത്രമല്ല വഖഫ് ബോർഡ് കവർന്നെടുക്കാൻ വേണ്ടി പോകുന്നത്. എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരുടെയും ഭൂമിയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ചരിത്രത്തിൽ മുമ്പൊരിക്കലും കേട്ടുകേൾവിയില്ലാത്ത ഒരു കൂട്ടപ്പാലായനത്തിന് വയനാട് ജില്ലയിലെ ആളുകൾ മുഴുവനും പോകേണ്ടി വരും. അതിന് കൂട്ടുനിൽക്കുകയാണ്. വഖഫ് ബോർഡിൻ്റെ ഈ അതിരുകടന്ന അവകാശവാദത്തെ, നിയമവിരുദ്ധമായിട്ട് അവകാശവാദത്തിന് കൂട്ടുനിൽക്കുകയാണ്. നിങ്ങൾ ആ വെബ്സൈറ്റ് പരിശോധിച്ചാൽ മതി. ഒരൊറ്റ പഞ്ചായത്ത് പോലും ഒഴിവില്ല വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിലെയും വയനാട് ജില്ലയിൽ, പ്രത്യേകിച്ച് വയനാട് ജില്ലയിലെ ഒരു പഞ്ചായത്ത് പോലും ഒഴിവില്ല വഖഫ് ബോർഡിൻ്റെ അവകാശവാദമില്ലാതെ. ഇങ്ങനെ എല്ലാ 10-35ഓളം പഞ്ചായത്തുകളിൽ അവർ ഏക്കർ കണക്കിന് ഭൂമി വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിക്കുകയാണ്. ഇതെന്താ വെള്ളലീഗപ്പെടണമാണോ? ഇതിന് അംഗീകരിച്ചു കൊടുക്കാനാണോ? ഈ പ്രധാനപ്പെട്ട വിഷയത്തെക്കുറിച്ച് എന്താ UDFും LDFും മൗനം അവലംബിക്കുന്നത്, കോൺഗ്രസും CPM മൗനം അവലംബിക്കുന്നത്? അതുകൊണ്ട് ഇത് അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കില്ല. ഇതിനെ ഒറ്റക്കെട്ടായിട്ട് ഞങ്ങൾ എതിർക്കും. ഈ നാട്ടുകാരോടൊപ്പം, ഈ ജനതയോടൊപ്പം BJP ഉണ്ടാകും. ഈ നിയമവിരുദ്ധമായ പ്രവർത്തനത്തെ അംഗീകരിച്ചു കൊടുക്കാനേ ഞങ്ങൾ പോകുന്നില്ല. പ്രതിഷേധങ്ങൾ എന്ത് പ്രക്ഷോഭം